ഹെലികോപ്റ്റർ അപകടത്തിൽ ഇറാൻ പ്രസിഡന്റ് ഇബ്രാഹിം റെയ്സി കൊല്ലപ്പെട്ടു. ഒപ്പമുണ്ടായിരുന്ന വിദേശകാര്യമന്ത്രി ഹുസൈൻ അമീർ അബ്ദുല്ലാഹിയാനും അസർബൈജാൻ പ്രവിശ്യ ഗവർണർ അടക്കം ആരും ജീവനോടെ ഇല്ലെന്ന് ഇറാൻ മാധ്യമങ്ങൾ സ്ഥിരീകരിച്ചിട്ടുണ്ട്. മുഹമ്മദ് മൊഖ്ബേർ ഇറാന്റെ ഇടക്കാല പ്രസിഡന്റായി ചുമതലയേൽക്കും. 50 ദിവസങ്ങൾക്കുള്ളിൽ ഇറാനിൽ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് നടത്താനും തീരുമാനമായി. ഇറാൻ തലസ്ഥാനമായ ടെഹ്റാന് 600 കിലോമീറ്റർ അകലെ ജുൽഫയിലെ വനമേഖലയിലാണ് അപകടം ഉണ്ടായത്. ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്നും പി ജെയിംസ് നൽകും ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾ. ജെയിംസ്, ഈ അപകടത്തിൽ എല്ലാവരും കൊല്ലപ്പെട്ടു എന്ന വാർത്ത നേരത്തെ തന്നെ സ്ഥിരീകരിച്ചതാണ്. ഇപ്പോൾ ലഭിക്കുന്ന പുതിയ അപ്ഡേറ്റുകൾ എന്താണ്? ഇറാനിൽ നിന്നും ഒരു തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്നു എന്ന വാർത്ത അത് സ്ഥിരീകരിച്ചു കഴിഞ്ഞിട്ടുണ്ടോ? പ്രജിൻ, ലോകത്തെ മുഴുവൻ വലിയ രീതിയിൽ അമ്പരപ്പിച്ചുകൊണ്ടാണ് ഇറാൻ പ്രസിഡന്റ് ഇബ്രാഹിം റെയ്സിയും അവിടുത്തെ വിദേശകാര്യമന്ത്രി ഹുസൈൻ അമീർ അബ്ദുള്ള ഹായനും കൊല്ലപ്പെട്ടു എന്ന വാർത്ത വരുന്നു. 9 പേരാണ് ഹെലികോപ്റ്ററിൽ ഉണ്ടായിരുന്നത്. US നിർമ്മിതമായിട്ടുള്ള ബെൽ 212 എന്ന 40 വർഷം പഴക്കമുള്ള ഹെലികോപ്റ്ററാണ് തകർന്നു വീണത്. ഇറാൻ്റെ അസർബൈജാൻ പ്രവിശ്യയിലാണ് അത് തകർന്നു വീണിട്ടുള്ളത്. സ്റ്റീപ്പായിട്ടുള്ള ഒരു പർവ്വതനിരയിൽ അതിൻ്റെ വാലറ്റം മാത്രമാണ് കത്താതെ പോയിട്ട്, ബാക്കിയൊക്കെ കത്തിക്കരിഞ്ഞു പോയി. വെള്ളയും നീലയും നിറത്തിലുള്ള ഇത് മാത്രമാണ് ഉള്ളത്. 9 പേരും കൊല്ലപ്പെട്ടു എന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് പ്രസിഡന്റിനും വിദേശകാര്യമന്ത്രിക്കും ഒപ്പം അവിടുത്തെ പ്രവിശ്യ ഗവർണർ, അതുപോലെ തന്നെ പരമാധികാരി ആയത്തുള്ള ഖമനിയുടെ പ്രതിനിധി അടക്കമുള്ള 9 പേരാണ് ഹെലികോപ്റ്ററിൽ ഉണ്ടായിരുന്നത്. എന്തുകൊണ്ടാണ് 40 വർഷം പഴക്കമുള്ള ഒരു ഹെലികോപ്റ്റർ പ്രസിഡന്റിന് യാത്ര ചെയ്യാൻ വേണ്ടി തിരഞ്ഞെടുത്തതെന്ന് അറിയില്ല. എന്തായാലും 3 ഹെലികോപ്റ്ററുകൾ കോൺവോയായി സഞ്ചരിക്കുകയായിരുന്നു. അവിടുത്തെ ക്വിസ്കൽസ എന്ന ഡാം ഉദ്ഘാടനം ചെയ്ത ശേഷം അസർബൈജാനി പ്രസിഡന്റിനോട് യാത്ര പറഞ്ഞ് അദ്ദേഹം 30 മിനിറ്റ് സഞ്ചരിച്ചപ്പോഴാണ് ഈ ദുരന്തം ഉണ്ടായത്. എന്തായാലും ഇവരുടെ ഭൗതിക ശരീരങ്ങൾ വീണ്ടെടുത്തിട്ടുണ്ട്. അത് തബ്രിസിലേക്ക് എന്ന നഗരത്തിലേക്ക് കൊണ്ടുപോയിരിക്കുന്നു. ഇനി സംസ്കാര ചടങ്ങുകൾ സംബന്ധിച്ചുള്ള വാർത്തകളൊക്കെ വരാനിരിക്കുന്നേ ഉള്ളൂ. എന്തായാലും ഫസ്റ്റ് വൈസ് പ്രസിഡന്റ് മുഹമ്മദ് മൊഖ്ബീർ, അദ്ദേഹത്തെ ആക്ടിംഗ് പ്രസിഡന്റായി തിരഞ്ഞെടുത്തിരിക്കുന്നു. 50 ദിവസത്തിനുള്ളിൽ പുതിയ പ്രസിഡന്റിനെ തിരഞ്ഞെടുക്കാൻ അവിടുത്തെ സ്പീക്കർ, അതുപോലെ തന്നെ ചീഫ് ജസ്റ്റിസ് അടങ്ങുന്ന ഈ വൈസ് പ്രസിഡന്റ്, ഇപ്പോഴത്തെ ആക്ടിംഗ് പ്രസിഡന്റ് അടങ്ങുന്ന സമിതിയായിരിക്കും അതിന് നേതൃത്വം നൽകുക. പുതിയ പ്രസിഡന്റ് ആയിരിക്കും. ആരായിരിക്കും എന്നതിനെക്കുറിച്ചൊന്നും പറയാൻ പറ്റില്ല. പക്ഷേ മുഖ്ബീറിന് സാധ്യത കൂടുതലാണ്. പരമാധികാരി ആയത്തുള്ള ഖമനി പറഞ്ഞിരിക്കുന്നത് ഇവിടെ നയത്തിൽ മാറ്റമില്ല, രാജ്യത്തിലുള്ളവർ ഭയപ്പെടേണ്ട കാര്യമില്ല എന്നൊക്കെയാണ്. എന്തായാലും അട്ടിമറി സൂചനകളൊന്നും ഇതുവരെ പുറത്തു വന്നിട്ടില്ല. എന്തായാലും ഇസ്രായേലുമായിട്ടും നടക്കുന്ന ഹമാസ് യുദ്ധത്തിൽ ഇസ്രായേലിനെതിരെ 300 മിസൈലുകൾ അയച്ച് ആക്രമണം നടത്തിയതിൽ ഇബ്രാഹിം റെയ്സിക്ക് പ്രധാന പങ്കുണ്ട്. അദ്ദേഹം ആക്രമിക്കുമെന്ന് പറഞ്ഞിരുന്നു. അതിനു മുമ്പ് ഇസ്രായേൽ സിറിയയിലെ ഡമാസ്കസിൽ ഇറാനിയൻ കോൺസുലേറ്റ് ആക്രമിച്ച് 2 ഇറാനിയൻ ജനറൽമാരടക്കം 11 പേരെ കൊലപ്പെടുത്തിയിരുന്നു. അതിന് തിരിച്ചടിയായിട്ടാണ് ഇറാൻ ഇസ്രായേലിലേക്ക് ആക്രമണം നടത്തിയത്. പക്ഷേ അയൺ ഡോമും അമേരിക്കയുടെ പാട്രിയോട്ടിക് മിസൈലൊക്കെ വെച്ച് അത് തടഞ്ഞു. എന്തായാലും അത് മുന്നോട്ട് പോയില്ല. എന്തായാലും വലിയ ടെൻഷൻ, വലിയ സംഘർഷം നിലനിൽക്കുകയാണ് ഇറാനും ഇസ്രായേലും തമ്മിൽ. ഇറാൻ ഹമാസ് യുദ്ധത്തിലെ ഏറ്റവും വലിയ സ്വാധീനം ചെലുത്തിയ ഇറാനാണ് ഹമാസിനും അതുപോലെ തന്നെ ലെബനനിലെ ഹെസ്ബുള്ളയ്ക്കും യമനിലെ ഹൂതികൾക്കും ആയുധം എത്തിച്ചു കൊടുക്കുന്നത്. ഉക്രൈൻ യുദ്ധത്തിൽ റഷ്യക്ക് ഷഹീദ് ഡ്രോണുകൾ ഏറ്റവും കൂടുതൽ വിതരണം ചെയ്തതും ഇറാനാണ്. 2 യുദ്ധങ്ങളിൽ സ്വാധീനം ചെലുത്തുന്നു. വലിയ രീതിയിൽ ലോകക്രമത്തെ സ്വാധീനിച്ചുകൊണ്ടിരിക്കുകയാണ് ഇറാന്റെ പ്രസിഡന്റ് ഇബ്രാഹിം റെയ്സി കൊല്ലപ്പെടുന്നത്. പ്രജിത്ത്, പി ജെയിംസ് ആണ് ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്നും വിശദാംശങ്ങൾ നൽകിയത്.